ഇത് സഭയുടെ പ്രബോധന, ഇത് സഭയുടെ വിശ്വാസ സത്യ. ഇത് ഏതെങ്കിലും പ്രവാചകരോ അഭിഷിക്തരോ കണ്ടുപിടിച്ച ഒരു ഫോർമുലയല്ല പ്രിയപ്പെട്ടവരെ. 2000 വർഷമായി പരിശുദ്ധ സഭ വിശ്വസിച്ചു പോരുന്ന വിശ്വാസ സത്യമാണ് കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനം. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹോ, ഇത് സഭയുടെ വിശ്വാസം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഇത് സഭയുടെ വിശ്വാസം. പറഞ്ഞേ, കർത്താവിന്റെ പ്രത്യാഗമനം ആരുടെയെങ്കിലും പേഴ്സണൽ റെവലേഷൻ ആണോ? വ്യക്തിപരമായ വെളിപാടാണോ? ഏതെങ്കിലും പ്രവാചകൻ കണ്ടുപിടിച്ചൊരു സൂത്രമാണോ? അല്ല സഹോദരങ്ങളെ, അത് സഭയുടെ വിശ്വാസമാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പലരും ചോദിക്കും, എവിടെ യേശുവിന്റെ പ്രത്യാഗമനം? നിങ്ങൾ എന്തേ പഠിപ്പിക്കുന്നത്? നിങ്ങൾ എന്തീ പറയുന്നത്? ആൾക്കാരെ പേടിപ്പിക്കുക, ആൾക്കാരെ അസ്വസ്ഥമാക്കുക, ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ഇവിടെ കൺഫ്യൂഷൻ, ഇവിടെ ആർക്കാ ഭയം? ആർക്കെങ്കിലും ഉള്ളിൽ ഭയം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതം അതുപോലെയാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ പറഞ്ഞേ. പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം ആർക്കാ നേട്ടമായി മാറുന്നത്? ജീവിതം ക്രിസ്തുവായിട്ടുള്ളവർക്ക്. അല്ലാത്തവർക്ക് മരണം. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ കൂടെ ജീവിക്കാത്തത് കൊണ്ട് ഈ വക മുട്ടുരായങ്ങൾ പറയുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരാൾക്കും ഭയം. എന്ത് ഭയം? കർത്താവ് എന്ന് വന്നാലും ഒരുക്കുള്ളവർക്ക് എന്താ ഒരു പ്രശ്നമില്ല. കർത്താവ് ഈ തലമുറയിലോ കർത്താവ് എപ്പോഴെങ്കിലും വരട്ടെ, അത് കർത്താവിന്റെ ഇഷ്ടം. നമ്മൾ എന്തിനാ അത് ചിന്തിക്കുന്നത്? ഈ തലമുറയിൽ വന്നാലോ? ഒരുങ്ങിയിട്ടുണ്ടോ? സഭ എന്താ പഠിപ്പിക്കുന്നത്? ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥ ആയ 673 ഖണ്ഡികയിൽ പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ ആഗമനം നിശ്ചയിച്ചുറപ്പിച്ചുള്ള സമയമോ കാലമോ എങ്കിലും ആസന്നമായിരുന്നു. അടുത്തത് യുഗാന്ത്യത്തിലുള്ള ആഗമനവും അതിനു മുമ്പുണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ചരിത്രത്തിൽ ഏത് നിമിഷത്തിലും ഇത് സംഭവിക്കാം, ഇത് നിറവേറിയേക്കാം. അങ്ങനെയാ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഈ തലമുറയിൽ അത് സംഭവിച്ചാലോ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? നീ അനേകരെ ഒരുക്കിയിട്ടുണ്ടോ? ഉണ്ടോ? അതിന് നമ്മളിത് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഏത് സമയത്ത് സംഭവിക്കാം പറഞ്ഞേ. അല്ലാതെ അത് റിസർച്ച് നടത്തി പോകാനല്ല. അങ്ങനെ പോകാൻ കർത്താവിനോട് പറയുന്നില്ല. കർത്താവ് എന്ന് വരും, ആ ഡേറ്റും ആ സമയവും ആ മാസവും ആ ദിവസവും റിസർച്ച് നടത്താൻ നമ്മോട് പറയുന്നുണ്ടോ? അത് ആർക്കറിയില്ല പ്രിയപ്പെട്ടവരെ. അത് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ എന്തിനാ നമ്മൾ ചിന്തിക്കുന്നത്? ഈ തലമുറയിൽ സംഭവിച്ചാൽ നമ്മൾ ഒരുക്കമുള്ളവരാകണം. നമ്മൾ മാത്രമല്ല, അനേകർ ഒരുക്കണം. ആത്മരക്ഷ, ആത്മാക്കളുടെ രക്ഷ. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യൂദാസിന്റെ ലേഖനത്തിൽ യൂദാസ്ലിക യുഗാന്ത സഭയ്ക്കുള്ള സന്ദേശമാണ് യൂദാസിന്റെ ലേഖനം. അവിടെ 1-ാം അധ്യായം 17-18 വചനങ്ങളിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുവിൻ. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. അവർ ഇതൊക്കെ ദുഷിക്കും. ഇതെല്ലാം അതുകൊണ്ടാണ് യൂദാസ്ലിക വീണ്ടും പറയുന്നത്. അതുകൊണ്ട് മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ തെറ്റായ പ്രബോധനങ്ങളുടെയും അതുപോലെ പല സെക്റ്റുകളിലേക്കും അവർ പഠിപ്പിക്കുന്ന ടീച്ചിങ്സിന് പുറകെ പോകാനല്ല. അത് നമ്മളെ നശിപ്പിച്ച് കളയും. ഇവിടെ വ്യക്തമായി യൂദാസ്ലിക പറയാണ്, താൻ എഴുതിയ 1-ാമത്തെ ലേഖനം. അവിടെ എന്താ പറയുന്നത്? കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണമേ. കണ്ടോ, 10-ാമത്തെ വചനം വായിച്ച്. ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. അതാണ് കാര്യം. എന്തുകൊണ്ട് ഈ വിശ്വാസ സത്യത്തെ പലരും ദുഷിക്കുന്നത്? അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനം കിട്ടിയിട്ടില്ല.
അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളെ അവർ ദുഷിച്ച് സംസാരിക്കുന്നു. അതിൽ നമ്മൾ ഏർപ്പെടരുത്. അത് നമ്മൾ മനസ്സിലാക്കണം.